ിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ പേര് ടീച്ചർ പറഞ്ഞു, ശ്രീദേവി പത്മജം. സ്വന്തം സ്ഥലം ആലപ്പുഴ ആണെങ്കിൽ ഇപ്പം വർഷങ്ങളായിട്ട് തിരുവനന്തപുരത്ത് സെറ്റിൽഡ് ആണ്. കുടുംബം ആയിട്ട് കഴിയുന്നു. 2 കുട്ടികളാണ്. മൂത്താള് 10th-ലാണ്, ഇളയാള് 2nd സ്റ്റാൻഡേർഡിലാണ്. ഹസ്ബൻഡ് വർക്ക് ചെയ്യാണ്. എന്താ പറയുന്നത്, ഓർഗാനോഗ്രാം എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലൂടെയാണ് ഞാൻ RCM-ലേക്ക് എത്തിയത്. 2023 ജനുവരിയിലാണ് ഞാൻ RCM-ൽ വന്നത്. ടീച്ചർ പറഞ്ഞ പോലെ ഒരു വലിയൊരു ദൈവ നിയോഗമാണ് ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നതിലും ഒക്കെ ഒരുപാട് സന്തോഷം. ആദ്യം തന്നെ ഈ ഒരു വലിയ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത TCG എന്ന് പറയുന്ന മഹത്തായ മനുഷ്യനെ സ്നേഹത്തോടു കൂടി ഓർക്കുകയാണ്, ഒരുപാട് ബഹുമാനത്തോടുകൂടി ഓർക്കുകയാണ്. ഒപ്പം പ്രിയങ്ക മാഡത്തെയും സൗരഭ് സാറിനെയും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഓർക്കുന്നു. പിന്നെ RCM നമ്മളിലേക്ക് കൊണ്ടുവന്ന ഈ കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചു സംസ്ഥാനത്തിലേക്ക് ഒരുപാട് പേരുടെ പ്രതീക്ഷയായി, ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വിടർത്താനായി RCM-നെ കേരളത്തിലേക്ക് എത്തിച്ച നമ്മുടെ പ്രിയങ്കരനായ ഗോപകുമാർ സാറ്, സാറിൽ നിന്നും അത് ഏറ്റുവാങ്ങി ആ ഒരു ദൗത്യം 100% ആത്മാർത്ഥതയോടുകൂടി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ മൂർത്തി സാറും, ഒപ്പം അഖില മാഡം. അപ്പം നമ്മളുടെ സഫയറിന് എല്ലാ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് ഒപ്പം നിൽക്കുന്ന നമ്മുടെ ബിൻ സാറ്, സിസിലി മാഡം, സ്റ്റാർ റൂബി, സുജിത് സാറും മാഡവും, പിന്നെ മറ്റ് റൂബി അച്ചീവേഴ്സ്, പിന്നെ നമ്മുടെ എന്ന് തന്നെ പറയാം പ്രിയങ്കനായ ബാബു സാറും, ജെമിനി മാഡം, അതുപോലെ നമ്മുടെ കോട്ടയത്തിൻ്റെ സ്വന്തം ലീഡർ കൈപ്പുഴ ജോസ് സാറ്, റെജിമോൻ സാറ്, പിന്നെ എന്നെ ഇവിടേക്ക് എത്തിച്ച ശ്രീലയ ടീച്ചർ, പ്രദീപ് സാറ്, എല്ലാവരെയും ഈ ഒരു നിമിഷം സ്നേഹത്തോടു കൂടി ഓർത്തുകൊള്ളുകയാണ്. മനസ്സിൽ നന്ദി പറയുകയാണ്. ഇത്തരമൊരു മഹത്തായ അവസരത്തിൽ പ്രവർത്തിക്കാനും ഉൾക്കൊള്ളാനും ഒരു അവസരം തന്നതിൽ. ഇപ്പം ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിനെ പറ്റിയിട്ട് ഇന്നലെയാണ് ജെമിനി മാഡം വിളിച്ച് സംസാരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസത്തെ ആ ഒരു നമ്മുടെ അറ്റ്ലക്സിൽ നടന്ന ആ ഒരു സൗത്ത് സോണൽ പ്രോഗ്രാമിൻ്റെ ആ ഒരു എക്സൈറ്റ്മെന്റ് മാറിയിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ ആ ഒരു സന്തോഷവും ഒരു അഭിമാനവും ഒക്കെ വാക്കുകളിൽ ഉണ്ട്. അപ്പം ഇന്നത്തെ ഈ ഒരു സെഷനെ പറ്റി മാഡം പറഞ്ഞപ്പോഴത്തേക്കും വളരെ സന്തോഷം തോന്നി. ഇന്ന് തന്നെ ആ ഒരു ചൂടോടുകൂടി ആ കാര്യങ്ങളും ഭാവങ്ങളും പങ്കുവെക്കാനായിട്ട് സാധിക്കാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷമുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ കേരള റോസസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, RCM-ൽ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ സ്ത്രീകളെ ഉദ്ദേശിച്ചും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന പുരുഷന്മാർക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ 7:15 നടക്കുന്ന ഒരു കേരള റോസസ് എന്ന് പറയുന്നത്. ഇപ്പം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും സ്ത്രീകളെ സംബന്ധിക്കുന്ന ഒരു വിഷയമാണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേകത തന്നെയുണ്ട്. മാത്രമല്ല എല്ലാവർക്കും കേൾക്കാൻ താല്പര്യമുള്ളൊരു വിഷയമാണ്. RCM-ന്റെ ഏറ്റവും പ്രിയപ്പെട്ട, RCM-നെ മറ്റേത് പ്രസ്ഥാനത്തിൽ നിന്നും വേറിട്ട് നിർത്തുന്ന ഒരു ഘടകം കൂടിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. സ്ത്രീ ശാക്തീകരണം, വിമൻ എംപവർമെന്റ്. നമ്മളെല്ലാ പ്രോഗ്രാമുകളിലും, എല്ലാ ട്രെയിനിങ് പ്രോഗ്രാമുകളിലും എല്ലാ ലീഡേഴ്സും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് RCM-ൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് കിട്ടുന്ന ആ ഒരു ശക്തി, ആ ഒരു കരുത്തിനെ കുറിച്ചിട്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ ആ ഒരു വിഷയം എന്ന് പറയുന്നതും ഒരു വനിതാ ശാക്തീകരണത്തെ കുറിച്ചിട്ട് തന്നെ ആവട്ടെ എന്ന് ഞാൻ കരുതി. ജെമിനി മാഡം അത് തന്നെയാണ് സജസ്റ്റ് ചെയ്തത്. അപ്പം നമ്മളിപ്പോൾ സ്ഥിരം കേൾക്കുന്ന, കേട്ട് പഴകിയ, ചർച്ച ചെയ്ത് പഴകിയ ഒരു വാക്കാണ് സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് എനിക്ക് പഠിക്കാനായിട്ട് സാധിച്ചത്. പോസ്റ്റ് ഗ്രാജുവേഷന് റൂറൽ മാനേജ്മെന്റിൽ ഒരു പ്രധാന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ജെൻഡർ ഡെവലപ്മെന്റ് ആയിരുന്നു, വിമൻ ആൻഡ് ഡെവലപ്മെന്റ് ആയിരുന്നു.
അപ്പം അത് കഴിഞ്ഞിട്ടാണെങ്കിലും ആ ഒരു മേഖലയിൽ ഏകദേശം ഒരു 17-18 വർഷത്തോളം പ്രവർത്തിക്കാനുള്ളൊരു ഭാഗ്യം കൂടി എനിക്ക് ഉണ്ടായി. ഇപ്പം ഞാൻ വർക്ക് ചെയ്ത ഒരു ജലനിധി പ്രോജക്റ്റിലാണെങ്കിലും അതുപോലെ തന്നെ വനിതാ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തിരുവനന്തപുരത്ത് ഒരു സംഘടനയാണ് സഖി വിമൻസ് റിസോഴ്സ് സെന്റർ എന്ന് പറയുന്നത്. അപ്പം സഖിയിലെ പ്രധാന പ്രോജക്റ്റ് എന്ന് പറയുന്നതും നമ്മളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫണ്ട് മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു വിനിയോഗം അത് എത്രത്തോളം സ്ത്രീകളിലേക്ക് എത്തുന്നു എന്നുള്ള സംബന്ധിച്ചുള്ള ആ ഒരു പ്രോഗ്രാമിലായിരുന്നു ഞാൻ കുറച്ചധികം നാൾ എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതിനുശേഷം കേരള സ്റ്റേറ്റ് സോഷ്യൽ വെൽഫെയർ ബോർഡിന്റെ ഒരു വിമൻ വെബ് പോർട്ടൽ തുടങ്ങിയപ്പോഴത്തേക്കും അതിന്റെ ഒരു കണ്ടന്റ് ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായി. അതുകൂടാതെ പിന്നീട് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സ്ഥാപനമാണ്. അവിടെ സീനിയർ റിസർച്ച് ഓഫീസറായിട്ട് വർക്ക് ചെയ്തതും ഈ സ്ത്രീകളും വികസനവും അല്ലെങ്കിൽ സ്ത്രീകളും ആരോഗ്യവും സംബന്ധിച്ച മേഖലയിലായിരുന്നു. അപ്പം അങ്ങനെ വർക്ക് ചെയ്ത ആ ഒരു പ്രവർത്തന മേഖല എന്ന് പറയുന്നതും സ്ത്രീകളും വികസനവും സ്ത്രീകളും ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ ഉള്ള കള്ളനാണയങ്ങളെയും കള്ളത്തരങ്ങളെയും തിരിച്ചറിയാനായിട്ടും വെറും പുറം പൂച്ചുകളെയും കുറെയൊക്കെ മനസ്സിലാക്കാനായിട്ടും സാധിച്ചിട്ടുണ്ട്. കാരണം ഒരു സ്ത്രീക്ക് ഏതെങ്കിലും ഒരു പദവിയിൽ ഒരു സ്ത്രീയെ ഇരുത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സംഘടന തുടങ്ങിയത് കൊണ്ടോ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കുറെ ഫണ്ട് മാറ്റിവെച്ചത് കൊണ്ടോ ഒന്നും ഒരു സ്ത്രീയും ശക്തരാവുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം അവരെ ഏതെങ്കിലും കുറച്ച് എന്താ പറയുന്നത് പ്രോഗ്രാമുകളിൽ പങ്കെടുപ്പിക്കുക അല്ലെങ്കിൽ മറ്റ് അവർക്ക് തൊഴിൽ നൽകുക, അതിലൂടെ ഒന്നും തന്നെ നമുക്ക് വിമൻ എംപവർമെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും സാധിക്കാത്തൊരു കാര്യമാണെന്നുള്ളൊരു സത്യം കൂടി ഈ കുറച്ച് നാളുകൊണ്ട്, അതായത് ഞാൻ വർക്ക് ചെയ്തിരുന്ന കുറച്ച് നാളുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. തീർച്ചയായിട്ടും ഒരു സംരംഭം തുടങ്ങുമ്പോൾ നമ്മൾ പഠിച്ചതും നമ്മളുടെ അനുഭവങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു സംരംഭമായിരിക്കണം തുടങ്ങുന്നതെന്ന് എനിക്ക് വളരെയധികം നിർബന്ധമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാര്യം കൂടിയാണ് നമ്മളുടെ ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പം സ്ത്രീകളും ആരോഗ്യവും അവരുടെ ഉന്നമനവും എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഓർഗാനോഗ്രാം എന്ന് പറയുന്ന ഒരു സ്ഥാപനം 2018 തുടങ്ങുന്നത്. ഇപ്പം ഏകദേശം 7ാം വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ആ ഒരു സ്ഥാപനം എന്ന് പറയുന്നത്. ഓർഗാനോഗ്രാമിൽ വന്നിട്ടുള്ളവർക്കറിയാം, ഓർഗാനോഗ്രാമിൽ വർക്ക് ചെയ്യുന്നത് കൂടുതലും സ്ത്രീകളാണ്. 4 സ്റ്റാഫ് ഉള്ളതിൽ 3 പേരും സ്ത്രീകളാണ്. അപ്പം അവർക്ക് ഒരു വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള വളരെ സേഫ് ആയിട്ടുള്ള ഒരു തൊഴിലിടം ഒരുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇന്നിപ്പം നമുക്കറിയാം, നമ്മളുടെ പേപ്പർ എടുത്താലും ചാനലുകൾ തുറന്നാലും ഒക്കെ സ്ത്രീകളുടെ സുരക്ഷയെ കരുതിയുള്ള, പ്രത്യേകിച്ചും തൊഴിലിടങ്ങളിലുള്ള സ്ത്രീകളുടെ സുരക്ഷയെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏത് മേഖലയാണെങ്കിലും പലതരത്തിലുള്ള വെല്ലുവിളികൾ സ്ത്രീകൾക്ക് തൊഴിലുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പം അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു നല്ലൊരു സ്ഥാപനം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് തുടങ്ങുക. അവിടെ സ്റ്റാഫായിട്ട് സ്ത്രീകളുണ്ട്. അതേപോലെ തന്നെ ഓർഗാനോഗ്രാമിലെ പല ഉൽപ്പന്നങ്ങളിലും സ്ത്രീകൾ ഉണ്ടാക്കിയ ഇതാണ് വനിതാ കർഷകരുടെ സംഭാവന അതിലുണ്ട്. അപ്പം നമ്മൾ പറയുക മാത്രമല്ല, നമ്മുടെ പ്രവർത്തനങ്ങളിലും കൂടെ വേണ്ടൊരു കാര്യമാണ് വനിതാ ശാക്തീകരണം എന്ന് പറയുന്നത്. അപ്പം ധാരാളം വനിതാ സംരംഭകരെ സപ്പോർട്ട് ചെയ്യാനായിട്ടും ഈ ഒരു ഓർഗാനോഗ്രാം എന്ന് പറയുന്ന ഒരു ചെറിയ സംരംഭത്തിലൂടെ സാധിക്കുന്നതും ഒരു വലിയ കാര്യമാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇപ്പുറത്ത് നിൽക്കുമ്പോഴാണ് നമ്മളുടെ ആ ഒരു RCM എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തിന്റെ ആ ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാവുന്നു. കാരണം ഞാനൊരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ അതിന് ഒരുപാട്
ലിമിറ്റേഷൻസ് ഉണ്ട്. എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ നമ്മളാൽ ആവുന്നത് പോലെ വേണ്ട സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നു എന്ന് മാത്രം. അതേസമയം RCM പോലെ ഒരു വലിയ പ്ലാറ്റ്ഫോം സ്ത്രീകൾക്ക് നൽകുന്നത് ഒരുപാട് സാധ്യതകളാണ്. കാരണം വളരെ വിശാലമായൊരു പ്ലാറ്റ്ഫോമാണത്. ഇപ്പം RCMലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഹെൽത്താണ്, പിന്നൊന്ന് ഫിനാൻഷ്യൽ ഫ്രീഡമാണ്, പിന്നെ ഉള്ളത് വിമൻ എംപവർമെന്റ് ആണ്. അപ്പം നമ്മളൊന്ന് ആഴത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, സത്യം പറഞ്ഞാൽ ഈ ഒരു വിമൻ എംപവർമെന്റുമായി ബന്ധപ്പെട്ട് അതിന് കൂടുതൽ കരുത്തേകുന്ന 2 ഫാക്ടേഴ്സാണ് നമ്മൾ ആദ്യം പറയുന്ന 2 കാര്യങ്ങളും. ഒന്ന് ഹെൽത്ത്, രണ്ടാമത് ഫിനാൻഷ്യൽ ഫ്രീഡം. ഇപ്പം ഹെൽത്ത് തന്നെ എടുക്കുകയാണെങ്കിൽ RCM ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ആരോഗ്യത്തിലാണ്. കാരണം ഒരു ആളുടെ ആരോഗ്യം, ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണ് പറയുന്നത്. ആരോഗ്യമാണ് ഏറ്റവും വേണ്ട, ഒരാളുടെ ഏറ്റവും വിലപ്പെട്ട സമ്പത്ത് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ആരോഗ്യം തന്നെയാണ്. അപ്പം ഒരു കുടുംബത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നതും അവിടുത്തെ സ്ത്രീകളെ തന്നെയാണ്. നമുക്കറിയാം, നമുക്ക് ഓരോരുത്തർക്കും സമൂഹത്തില് പല പല റോളുകൾ, നമ്മുടെ കുടുംബത്തിനുള്ളിൽ പല പല റോളുകളും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇപ്പം ഒരാൾക്കൊരു അസുഖം വന്നാൽ പരിചരിക്കുക എന്ന് പറയുന്നത് ആ കുടുംബത്തിനുള്ളിലെ സ്ത്രീകളുടെ ഒരു ഉത്തരവാദിത്വമാണ്. നമ്മളെ യാഥാർത്ഥ്യത്തെ എപ്പോഴും ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. അപ്പം എത്രയൊക്കെ നമ്മളൊരു ഇക്വാലിറ്റി, സമത്വം എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇപ്പം എൻ്റെ കുടുംബത്തിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വരുവാണ്, അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുവാണെങ്കിൽ കുറച്ചുകൂടി ഉത്തരവാദിത്വം കൂടുതൽ എനിക്ക് തന്നെയാണ്. അപ്പം തീർച്ചയായിട്ടും ഒരു കുടുംബത്തിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് സ്ത്രീകളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ആ ആരോഗ്യത്തെ എത്രത്തോളം മോശമായിട്ട്, ആരോഗ്യം എത്രത്തോളം മോശമാകുന്നോ അവിടെ ആ സ്ത്രീയുടെ ആ ഒരു പ്രൊഡക്ടിവിറ്റിയെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം RCMന്റെ ഉൽപ്പന്നങ്ങളിലൂടെ നമുക്ക് ഒരു കുടുംബത്തിന് ഏറ്റവും കൂടുതൽ നൽകാൻ കഴിയുന്നത് ആ കുടുംബത്തിന്റെ ആരോഗ്യം തന്നെയാണ്. അപ്പം തീർച്ചയായും ഈ ഒരു വിമൻ എംപവർമെന്റുമായിട്ട് അത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് പറയുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡമാണ്. നമ്മളെല്ലാവരും RCMന്റെ അസോസിയേറ്റ് ബയേഴ്സ് ആണ്. നമുക്കറിയാം ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത്. എല്ലാ മാസവും 6-ാം തീയതി അല്ലെങ്കിൽ 6-ാം തീയതിക്കുള്ളിൽ നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന വരുമാനം, അപ്പം അതൊരിക്കലും ഒരാളുടെയും കയ്യിൽ കൊടുക്കുകയല്ല. ഒരു ലീഡറും തങ്ങളുടെ അസോസിയേറ്റ് ബേറിന്റെ കയ്യിലേക്ക് അല്ലെങ്കിൽ അസോസിയേറ്റ്സിന് ഈ മാസത്തെ ഇത് ഇത്ര ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കയ്യിലേക്ക് കൊടുക്കല്ല. നമ്മൾ കൊടുത്തിരിക്കുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടിലേക്കാണ് ആ പണം കൃത്യമായിട്ട് വന്നു ചേരുന്നത്. അപ്പം അത് തന്നെ ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ആ ഒരു ട്രാൻസ്പെറൻസി, ആ ഒരു സുതാര്യത, ആ ഒരു സത്യസന്ധത എല്ലാം വെളിവാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം എൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്ന പണം എന്ന് പറയുമ്പോഴത്തേക്കും അത് ചെലവാക്കാനുള്ളൊരു സ്വാതന്ത്ര്യം കൂടി നമുക്ക് ഉണ്ടാവണം. ഇപ്പം ഒരു കുടുംബത്തില് പുരുഷൻ മാത്രം അധ്വാനിച്ച് കൊണ്ടുവന്ന് ജീവിത ചെലവുകൾ കഴിയുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നടക്കുന്നൊരു കാര്യമില്ല. എല്ലാവരും, പുരുഷനൊപ്പം തന്നെ സ്ത്രീയും ജോലിക്ക് പോകണം, സ്ത്രീക്കും ഒരു വരുമാനം ഉണ്ടാവണം, എങ്കിൽ മാത്രമേ ആ കുടുംബം നല്ല രീതിയിൽ നടത്താൻ കഴിയത്തു. അപ്പം പണ്ടെന്ന് വെച്ചാൽ പലതരത്തിലുള്ള വരുമാന മാർഗങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ചെലവ് പൊതുവെ പണ്ടത്തെ കാലത്ത് കുറവായിരുന്നു. ഇപ്പോഴത്തെ നമ്മളുടെ ആ ഒരു എന്താ പറയുക, ഒരു ഉപഭോക്തൃ സംസ്കാരം അനുസരിച്ചിട്ട് നമ്മളുടെ ജീവിത ചെലവുകൾ, നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഭയങ്കരമായിട്ട് മാറ്റം വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. വിദ്യാഭ്യാസത്തിലാണെങ്കിലും ഒക്കെ ചെലവുകൾ വളരെയധികം കൂടിയിരിക്കുന്ന ഈ ഒരു സമയത്ത് തീർച്ചയായും പുരുഷനൊപ്പം തന്നെ ഒരു വരുമാനം സ്ത്രീക്കും ഉണ്ടാവുന്നത് എന്തുകൊണ്ടും ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നതും ഒരു വിമൻ എംപവർമെന്റുമായിട്ട് റിലേറ്റഡ് ആണ്. അതുപോലെ പലവിധ ആവശ്യങ്ങൾ, ഇപ്പം നമുക്ക് തന്നെ, ഒരു സ്ത്രീക്ക് തന്നെ എന്തെല്ലാം ആവശ്യങ്ങൾ ഉണ്ടാകും.
നിർവഹിക്കാനായിട്ട്. ഇപ്പം ചിലപ്പം പുറത്തു പോകാതെ ഉള്ളിലിരിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ പോലും അവരുടെ നിത്യ ചെലവുകൾക്കും മറ്റു കാര്യങ്ങൾക്കും ഒരിക്കലും പൈസ താ എന്നും പറഞ്ഞ് മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടുമ്പോഴത്തേക്കും അവരുടെ ഒരു സെൽഫ് എസ്റ്റീമിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഒരു വരുമാനവും ഇല്ലാതെ വീട്ടിലെ ജോലി രാവിലെ മുതൽ രാത്രി കിടക്കുന്നത് വരെ വീട്ടിലെ ജോലികളും പണികളും കുട്ടികളുടെ കാര്യങ്ങളും ഒക്കെ തന്നെ മാത്രം നോക്കി നടത്തുന്ന, പ്രത്യേകിച്ച് യാതൊരു വരുമാനവും ഇല്ലാത്ത ഒരു സ്ത്രീയുടെ ആ ഒരു എന്താ പറയുന്നത്, ഒരു അവനവനെ കുറിച്ചിട്ടുള്ള ആ ഒരു വിശ്വാസവും ആത്മവിശ്വാസവും മറിച്ച് ജോലിക്ക് പോയി ഒരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു സ്ത്രീയുടെ ആത്മവിശ്വാസവും തമ്മിൽ വളരെയധികം അന്തരമുണ്ട്. അപ്പം ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന ആ ഒരു മഹത്തായ ആ ഒരു ആശയത്തിലൂടെ അത് പ്രാവർത്തികമാക്കുന്നതിലൂടെ RCM ആ ഒരു വിമൻ എംപവർമെന്റ് എന്ന് പറയുന്ന ഒരു ഘടകത്തെ ഒന്നുകൂടി കൂട്ടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൂടാതെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലൂടെ RCMലൂടെ എങ്ങനെയാണ് വനിതാ ശാക്തീകരണം സാധ്യമാക്കുന്നത് നോക്കുവാണെങ്കിൽ, നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ, പല തരത്തിലുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ട്രെയിനിങ്ങുകളിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ടീമുകൾക്കും രാവിലെ 6 മണിക്ക് അല്ലെങ്കിൽ 5:45 ഉള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതൊരു വളരെ ചെറിയ, വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അവിടെ ചിലപ്പോൾ പ്രോഡക്റ്റുകളെ കുറിച്ചിട്ടായിരിക്കാം ക്ലാസ്സുകൾ എടുക്കുന്നത്, അല്ലെങ്കിൽ മോട്ടിവേഷണൽ ക്ലാസ്സുകളായിരിക്കാം എടുക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ RCMുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള സെഷനുകളായിരിക്കും എടുക്കുന്നത്. അപ്പം അത്തരം സെഷനുകളിൽ ഭാഗമാകുന്നതിലൂടെ, ഇപ്പം അവിടെ ഒരുപക്ഷെ നമ്മൾ ക്ലാസ്സുകളായിരിക്കാം എടുക്കുന്നത്, അല്ലെങ്കിൽ ആ പ്രോഗ്രാം ഓപ്പൺ ചെയ്യുകയായിരിക്കും നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ പ്രോഗ്രാമിന് ശേഷം നമ്മൾ അത് സെഷൻ എടുത്ത ആൾക്ക് നന്ദി പറയുകയായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ അഭിപ്രായം നമ്മൾ അവിടെ പറയുകയായിരിക്കും. അപ്പം അതിൽ മിക്കവാറും ഒരു 60-70 പേര്, അപ്പം ചില സ്ഥലങ്ങളിൽ 30 പേര് താഴെ, അത്രയും ചെറിയൊരു ഗ്രൂപ്പ് ആകുമ്പോഴത്തേക്കും നമുക്ക് ആരെയും ഭയക്കാതെ നമ്മളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനൊക്കെ ഉള്ളൊരു അവസരമാണ് നമുക്ക് അവിടെ ഉണ്ടാവുന്നത്. അപ്പം അത്തരം അവസരങ്ങൾ നമ്മൾ പരമാവധി ഉപയോഗിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ വളർന്നു വന്ന പലവിധ സാഹചര്യങ്ങൾ കൊണ്ട് ഒരു പക്ഷേ നമുക്കൊരു സദസ്സിനെ അഭിമുഖീകരിക്കാനോ അല്ലെങ്കിൽ ഒരു സദസ്സിനെ അഭിമുഖീകരിച്ച് സംസാരിക്കാനൊക്കെ ചിലപ്പോൾ നമുക്ക് ആദ്യം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷേ ഇത്തരം ചെറിയ ചെറിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. അപ്പം അതൊരു വലിയ അവസരമാണ് നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച്. അപ്പോൾ പലരും മടിച്ചു നിൽക്കും. ഇപ്പം ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്താ വേറെ ആരെങ്കിലും ക്ലാസ് എടുക്കും, അല്ലെങ്കിൽ എന്നോട് അഭിപ്രായം എൻ്റെ പേരെടുത്തൊന്നും പറഞ്ഞില്ല, ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ ഇതിലേക്ക് പോകാതെ നമ്മളുടെ ആ ഒരു ഭയവും ആ ഒരു മടിയും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇത്തരം ചെറിയ ചെറിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നമുക്ക് തുടങ്ങി വെക്കാവുന്നതാണ്. അത് പിന്നീട് നമുക്കൊരു വലിയ ഒരു അവസരങ്ങളിലേക്കുള്ള ആ ഒരു കിളിവാതിലാണ് നമ്മളുടെ ഈ ചെറിയ ചെറിയ പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രോഗ്രാമുകൾ, ഇപ്പം ട്രെയിനിങ് പ്രോഗ്രാംസ് ആണെങ്കിലും നമുക്കറിയാം നമ്മുടെ പല സെഗ്മെന്റുകളുണ്ട്. ഇപ്പം ന്യൂട്രിചാർജിന്റെ ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്, അത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ഉണ്ട്, അല്ലാതെ താരോത്സവം പോലെയുള്ള വലിയ വലിയ പ്രോഗ്രാമുകളിലാണെങ്കിലും സുരേഷ് സാറിന്റെ ക്ലാസ്സുകളുണ്ട്, അല്ലാതെ നമ്മളുടെ വണ്ടർ വേൾഡ് ക്വിക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളുണ്ട്. അപ്പം ഇത്തരം ട്രെയിനിങ്ങുകളെല്ലാം തന്നെ നമ്മളുടെ RCMന്റെ പ്രോഡക്റ്റുകളെ കുറിച്ചിട്ടും ഓരോ പ്രോഡക്റ്റും എന്താണ് എന്നുള്ളതും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ആരോഗ്യത്തിനെ അതെങ്ങനെയാണ് ഒരു മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ, ഒരു മെച്ചപ്പെട്ട ഒരു ആരോഗ്യകരമായ ജീവിതം നയിക്കാനായിട്ട് ഇത്തരം പ്രോഡക്റ്റുകൾ എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, അതിനെക്കുറിച്ചെല്ലാം നമുക്ക് വിശദമായ അറിവ് ഈ പ്രോഗ്രാമുകളിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം RCMൽ പ്രവർത്തിക്കാനായിട്ട് വിദ്യാഭ്യാസം ഒരു ഘടകമേ അല്ല. കാരണം പഠിക്കാനുള്ള നമ്മളുടെ മനസ്സാണ്. പഠനം എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ്.
അതൊരു 10ാം ക്ലാസ് കൊണ്ടോ, അല്ലെങ്കിൽ ഒരു +2 കൊണ്ടോ, അല്ലെങ്കിൽ ഒരു ഡിഗ്രി കൊണ്ടോ, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തുകൊണ്ടോ, അല്ലെങ്കിൽ ഒരു PhD എടുത്തത് കൊണ്ടോ ഒന്നും തീരുന്നതല്ല. പഠനം എന്ന് പറയുന്നത് നമ്മൾ മരിക്കുന്നത് വരെ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കും. അത് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളുടെ അനുഭവങ്ങളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വായനകളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന ക്ലാസ്സുകളിലൂടെ ആയിരിക്കാം ഒക്കെ. നമ്മളിങ്ങനെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം RCM പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമ്മൾ പല തരത്തിലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ഇടപഴകുന്നതാണ്. അവരോട് സംസാരിക്കുമ്പോഴത്തേക്കും, പ്രോഡക്റ്റുകളെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഒക്കെ നമുക്ക് ആത്മവിശ്വാസത്തോടു കൂടി ആൾക്കാരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പം അതിൻ്റെ ആ ഒരു ബാക്കപ്പ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ നമുക്ക് ആളുകളുമായിട്ട് സംസാരിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കീസോൾ എന്ന് പറയുന്നത്, അപ്പം നമ്മളൊരാളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെല്ലാം സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പം പലതരത്തിലുള്ള സമൂഹത്തിന്റെ പല തരത്തിലുള്ള വിവിധ മേഖലകളിലുള്ള ആളുകളുമായിട്ട് നമ്മൾ സംവദിക്കേണ്ടി വരാം, അല്ലെങ്കിൽ നമ്മൾ ഇടപഴകേണ്ടി വരാം. അപ്പോഴൊക്കെ നമ്മളുടെ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് പറയുന്നതും നമ്മളുടെ ഒരു കോൺഫിഡൻസിനെ ബാധിക്കുന്ന കാര്യമാണ്. നമ്മുടെ കോൺഫിഡൻസ് കൂട്ടുന്ന ഒരു കാര്യമാണ്. അപ്പം അതില് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കീസോൾ എന്ന് പറയുന്ന ഒരു വളരെ മനോഹരമായ ഒരു സെഗ്മെന്റ് RCMനുണ്ട്. അപ്പം അതിലൂടെ നമ്മളുടെ ആ ഒരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. പലതരത്തിലുള്ള കോസ്മെറ്റിക്സുകളുണ്ട്, അല്ലെങ്കിൽ പേഴ്സണൽ കെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോഡക്റ്റുകളുണ്ട്. അപ്പോൾ ഒരു വേദിയിൽ സംസാരിക്കുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഒരാളെ കാണാൻ പോകുമ്പോഴത്തേക്കും ഒക്കെ ആ ഒരു അപ്പിയറൻസിൽ നമ്മൾ വേണ്ട മാറ്റം തീർച്ചയായിട്ടും നമ്മൾ വരുത്തണം. നമുക്ക് അനുയോജ്യമായ രീതിയിൽ നമ്മൾ ആരെയാണോ കാണാൻ പോകുന്ന ആ സാഹചര്യങ്ങൾക്കനുസരിച്ച രീതിയിൽ നമ്മളെ മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ പഠിക്കണം. അപ്പം ഇതെല്ലാം തന്നെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ശാക്തീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇപ്പം ന്യൂട്രിചാർജ് ആണെങ്കിലും, അല്ലെങ്കിൽ കീസോൾ ആണെങ്കിലും ഒക്കെ. അതുപോലെ തന്നെ വേറൊരു സെഗ്മെന്റ് ആണ് ഗുഡ് ഡോട്ടുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പം നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഗുഡ് ഡോട്ട് ഇപ്പം പാചകം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. പാചകം ശരിക്കും ഒരു കലയാണ്. അപ്പം അത് മനസ്സറിഞ്ഞ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ രുചികരമായ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നവരോട് എനിക്ക് എന്നും ഭയങ്കരമായ അസൂയയാണ്. അതൊരു വലിയൊരു അനുഗ്രഹമാണ്. നല്ല ഭക്ഷണം ആളുകൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറയും, സ്ത്രീകള് വീട്ടില് അടുക്കളയില് പകലന്തിയോളം പണിയെടുത്ത് തളർന്ന് ഇരിക്കുന്ന സ്ത്രീകളാണ്. വേറൊന്നുമില്ല, അടുക്കളയാണ് അവരുടെ ലോകം എന്ന് നമ്മൾ പറയും. പക്ഷേ അതിലൂടെയും വരുമാനം ഉണ്ടാക്കാം എന്നുള്ളത് ഗുഡ് ഡോട്ടിലൂടെ RCM തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളുടെ ഷെഫ്മാര് ഇപ്പം എത്ര പേരാണ് ഗുഡ് ഡോട്ടിന്റെ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തതും റെക്കഗ്നിഷൻ നേടിയതും. ഇനിയിപ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അവരെ കമ്പനിയുടെ ഒഫീഷ്യൽ ട്രെയിനേഴ്സ് ആയിട്ട് നമുക്കിടയിലേക്ക് ഗുഡ് ഡോട്ട് വിടുകയാണ്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, ഒരു എന്താ പറയുന്നത്, സാധാരണ വീട്ടമ്മയായി ഒതുങ്ങിക്കൂടിയിരുന്ന കുറെ അധികം സ്ത്രീകൾക്ക് വലിയൊരു അവസരം ഇതിലൂടെ കിട്ടിയിരിക്കുകയാണ്. കുക്കിങ്ങിനെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ പാചകം അറിയാവുന്ന ഒക്കെ ഉള്ള സ്ത്രീകളെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു അവസരമാണ്. അപ്പം അതെല്ലാം അവർക്ക് ശക്തി പകരുന്ന, അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ, അവരുടെ ജീവിത പാതയിൽ ശക്തി പകരുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ആ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം, ഇപ്പൊ നമ്മുടെ കുടുംബത്തിനുള്ളിലാണെങ്കിലും ഒരു അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഈ ഒരു വിമാനത്തിലൂടെ, അല്ലെങ്കിൽ ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ ഉള്ള പ്രവർത്തനങ്ങളിലൂടെ ആളുകളുമായിട്ട്, നമ്മുടെ ലീഡേഴ്സുമായിട്ടുള്ള നിരന്തരമായ ഇടപെടലുകളിലൂടെ ഒക്കെ ആ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടാകുന്നു. പണ്ട് കുടുംബത്തില് അഭിപ്രായമൊന്നും പറയാതെ ഒതുങ്ങിക്കൂടി, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം പോലും അവർക്ക് അറിയണ്ട. എന്ത് കാര്യമാണെങ്കിലും ഒരു പക്ഷേ കുടുംബത്തിലെ പുരുഷനായിരിക്കും തീരുമാനിക്കുന്നത്. നമുക്കിതിലൊന്നും വലിയ പങ്കില്ല, അവർ തീരുമാനിക്കുന്നു, നമ്മൾ അനുസരിക്കുന്നു എന്നുള്ളൊരു ഇതിൽ നിന്ന് വളരെ ഒരു മാറ്റം ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തില് അണുകുടുംബങ്ങളിലേക്കൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ അഭിപ്രായങ്ങൾക്ക് പോലും കുടുംബത്തിനുള്ളിലെ വിലയുണ്ട്. സ്ത്രീകളുടെ അഭിപ്രായങ്ങൾക്ക്
വിലയുണ്ട്. അപ്പം ആ ഒരു വലിയൊരു സാമൂഹിക മാറ്റം നമുക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനും കരുത്തു പകരാനായിട്ട് RCM പോലൊരു പ്രസ്ഥാനത്തിന് കഴിയുന്നുണ്ട്. കാരണം അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ആ ഒരു എന്താ പറയുന്നത്, ഒരു സ്ഥിര വരുമാനം എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്കറിയാം നമ്മുടെ സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് നമ്മളെല്ലാവരും. അപ്പം ഒരു കുടുംബത്തിലെ ഇപ്പം പുരുഷന്മാരെന്ന് പറയുന്ന അവരുടെ വരുമാനത്തിന്റെ നല്ലൊരു ഭാഗം കുടുംബത്തിന്റെ ചെലവുകൾക്കായിട്ട് മാറ്റിവെക്കുന്നതാണ്. അവരുടെ ഒരുപാട് സ്വപ്നങ്ങൾ മാറ്റി വെച്ചിട്ടായിരിക്കാം അവർ ആ ചെലവുകൾ കുടുംബത്തിന് വേണ്ടിയിട്ട് നിർവഹിക്കുന്നത്. അപ്പം അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായിട്ട് തീർച്ചയായിട്ടും RCMൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് കഴിയും. കാരണം ആ ഒരു സപ്പോർട്ട് ഒരു വാച്ചായിരിക്കാം, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ ആയിരിക്കാം. അപ്പം നമുക്കൊരു വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ കുടുംബത്തിന്റെ സ്വപ്നങ്ങളും കൂടെ അതിലൂടെ സഫലമാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു സ്ത്രീക്ക് തീർച്ചയായിട്ടും കുടുംബത്തിനുള്ളിൽ വ്യക്തമായൊരു അഭിപ്രായം ഉണ്ടായിരിക്കും. അവരുടെ അഭിപ്രായങ്ങൾ മാനിക്കുന്ന ഒരു കുടുംബത്തെ തീർച്ചയായിട്ടും അവർക്ക് കിട്ടും. അപ്പം ഇങ്ങനെ ഓരോ സെഗ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ പോലും RCM നമുക്ക് നൽകുന്ന ആ ഒരു വനിതാ ശാക്തീകരണത്തിന് RCM നൽകുന്ന സംഭാവന എന്ന് പറയുന്നത് വളരെയധികം വലുതാണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ട്. നമ്മളുടെ സരോജ് ദേവി ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ മെൻസ്ട്രൽ ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ നമ്മൾ സ്ത്രീകളെ പല കാര്യങ്ങളിലും പിന്നോട്ട് നിർത്തുന്ന ഒരു കാര്യവുമാണ് ആർത്തവവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മെനപ്പോസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അപ്പം അതൊന്നും ഒരുപക്ഷെ പുറത്തു പറയാൻ പോലും മടിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഈവൻ ഞങ്ങളൊക്കെ ഒരു കുട്ടികളായിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോകും. പ്രത്യേകിച്ച് ഒരു ഗ്രാമം പ്രദേശമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോകുന്നത് പോലും വലിയ ഒരു ഇഷ്യൂ ആയിട്ട് അവിടെ മാറുമായിരുന്നു. അപ്പം മാത്രമല്ല അന്നത്തെ കാലത്ത് തുണികളും ഒക്കെ ഉപയോഗിച്ചുണ്ടാകുന്ന ഹൈജീൻ ഇഷ്യൂസ് വേറെ, ഹെൽത്ത് ഇഷ്യൂസ് വേറെ, അങ്ങനെ പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന ആ ഒരു കൗമാരപ്രായം എനിക്ക് തോന്നുന്നു മിക്കവാറും ഇപ്പോഴത്തെ ആ ഒരു ജനറേഷൻ ഒരു പക്ഷേ ഉണ്ടാവില്ല. പക്ഷേ നമ്മളുടെ ആ ഒരു ജനറേഷനിലുള്ള അല്ലെങ്കിൽ മുമ്പത്തെ ജനറേഷൻ ഉണ്ടായിരുന്ന എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം മാറിയിട്ടുണ്ട്. കാരണം RCMൽ വരുന്നതിന് മുമ്പ് എത്ര RCMൽ പ്രവർത്തിച്ചിരുന്ന എത്ര പുരുഷന്മാര് ആർത്തവത്തിനെ പറ്റിയിട്ട് ഉറക്കെ സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ട്, അല്ലെങ്കിൽ സാനിറ്ററി പാഡുകളെ പറ്റിയിട്ട് ഉറക്കെ സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഭാര്യ അല്ലെങ്കിൽ പെൺമക്കള് കുടുംബത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഇതൊന്നും എവിടെയും ആരും പറഞ്ഞു തരുന്നില്ല, ആരും നമ്മളെ പഠിപ്പിക്കുന്നില്ല. ഒരു സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെയോ ഒരു കോളേജ് വിദ്യാഭ്യാസത്തിലൂടെയോ കിട്ടുന്ന അറിവുകളല്ല RCM നമുക്ക് തരുന്നത്. പക്ഷേ ഇന്നത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം RCMൽ പങ്കെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഒട്ടുമിക്ക സ്ത്രീകൾ മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ പുരുഷന്മാരും ആർത്തവം മൂലമുണ്ടാകുന്ന ഒരു സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ട് ബോധവാന്മാരാണ്. അതെന്തുകൊണ്ടാണ്? നമ്മളുടെ സരോജ് ദേവി ഫൗണ്ടേഷനിലൂടെ നമുക്ക് കിട്ടുന്ന ആ ഒരു മെൻസ്ട്രുവേഷനും മെൻസ്ട്രൽ ഹൈജീനുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു അറിവ്. അപ്പം അതിൽ നമ്മുടെ ഓൾ ഇന്ത്യ ഹൈജീൻ ട്രെയിനർ ശ്രീല ടീച്ചർ തരുന്ന ആ ഒരു സംഭാവന എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇപ്പം കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ആളുകൾക്കാണെങ്കിലും മെൻസ്ട്രൽ ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ്ങുകൾ ടീച്ചറിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പം എല്ലായിടത്തും ടീച്ചറിന് എത്തിച്ചേരാനായിട്ട് സാധിക്കത്തില്ല. അപ്പം അതിന് കേപ്പബിൾ ആയിട്ടുള്ള ആ ഒരു ലീഡേഴ്സിനെ കൂടെ ടീച്ചർ ഇപ്പം ക്രിയേറ്റ് ചെയ്യുകയാണ് ഉണ്ടാവുന്നത്. അപ്പം അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ആ ഒരു മാറ്റം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുണ്ടാക്കുന്ന ആ ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത്. കാരണം സ്ത്രീകൾ ഇതിനെപ്പറ്റി തുറന്ന് സംസാരിക്കുക, അവരുടെ പ്രശ്നങ്ങൾ ഒരു പൊതുവേദിയിൽ, ഇപ്പം സ്കൂളുകളാണെങ്കിലും കോളേജിലൂടെ ഒക്കെ ആണെങ്കിലും ധാരാളം ഹൈജീൻ സെഷൻസ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പം അതിലൂടെ എല്ലാം ഇത്തരം പ്രശ്നങ്ങൾ തുറന്നു പറയാനായിട്ടും അവരുടെ സംശയങ്ങൾ
അറുതി വരുത്തുവാനും ഒക്കെ ഇന്നത്തെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സാധിക്കുന്നുണ്ട്. അത് വളരെയധികം ഒരു ഒരു സന്തോഷം തരുന്ന ഒരു കാര്യം. RCM പോലൊരു പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ടാണ് ഇത്തരം തുറന്ന ചർച്ചകളും തുറന്ന പരിപാടികളും ഒക്കെ നടക്കുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മൾ തിരുവനന്തപുരത്ത് കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയ ഒരു ആർത്തവ ശുചിത്വ റാലി എന്ന് പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ പ്ലക്കാർഡിൽ എഴുതിക്കൊണ്ട് ഒരു നല്ലൊരു റാലി തിരുവനന്തപുരത്ത് നടക്കുകയുണ്ടായി. അപ്പം അതൊക്കെയെന്ന് വെച്ചാൽ ആൾക്കാർ മറച്ചു പിടിച്ചിരുന്ന ഒരു കാര്യം നമ്മൾ സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാട്ടുകയാണ്. അതുപോലെ തന്നെ ഒരു വലിയ പ്രശ്നമാണ് മെനപ്പോസുമായിട്ട് ബന്ധപ്പെട്ട സ്ത്രീകൾ നേരിടുന്നത്. അപ്പം അതൊക്കെ തന്നെ ഒരു കൃത്യമായ ഒരു അറിവുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം പല പ്രശ്നങ്ങളും നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ന്യൂട്രീഷൻ സപ്ലിമെന്റ് നമുക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ട ലീഫ്ലെറ്റുകൾ അല്ലെങ്കിൽ ബുക്ക്ലെറ്റുകൾ നമുക്കുണ്ട്. അപ്പം അതിലൂടെ എല്ലാം തന്നെ നമ്മൾ എന്താ പറയുക, ഒരു വനിതാ ശാക്തീകരണം എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഉള്ളത് നമ്മളുടെ ഒരു എന്താ പറയുന്നത്, ഒരു ഗാർമെന്റ് സെക്ഷനാണ്. ലോഞ്ചറി ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഗാർമെന്റ് സെക്ഷൻസ് എന്ന് വേണ്ട ഒരു സ്ത്രീക്ക് വേണ്ട, ഒരു സ്ത്രീക്ക് എന്തൊക്കെയാണോ വേണ്ടത്, അത് അവളുടെ പക്ഷെ ഒരു ആരോഗ്യമായിരിക്കാം, അല്ലെങ്കിൽ അവളുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ആയിരിക്കാം, ഒക്കെ അതിനെയെല്ലാം ശക്തിപ്പെടുത്തുന്ന പ്രോഡക്റ്റുകളും ട്രെയിനിങ്ങുകളും പ്രോഗ്രാമുകളും ഒക്കെ RCMലൂടെ നമുക്ക് നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളെല്ലാം പല ചർച്ചകളിലും പറയുന്നുണ്ട്, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പെൺകുട്ടികളെ പഠിപ്പിക്കണം. പെൺകുട്ടികളെ മാത്രം പഠിപ്പിച്ചാൽ പോരാ, നമ്മുടെ വളർന്നു വരുന്ന ആൺകുട്ടികളും കൂടെ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. ഇപ്പം ഒരു കുടുംബത്തിലെ പുരുഷനാണെങ്കിലും മകനാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോഴത്തേക്കും ആ വീട്ടിൽ ആ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന ആ ഒരു സ്പേസ് എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. അപ്പം ആദ്യം മാറ്റം തുടങ്ങേണ്ടത് നമ്മുടെ കുടുംബത്തിനുള്ളിൽ നിന്ന് തന്നെയാണ്. എന്നിട്ടാണ് നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങേണ്ടത്. ഇപ്പം ആ ഒരു ഫാമിലിക്കുള്ളിലെ ആ ഒരു സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് എപ്പോഴും നമുക്ക് പുറത്തിറങ്ങി പ്രവർത്തിക്കാനുള്ള ഒരു ഊർജം വരുന്ന ഒന്നാണ്. ഇപ്പം RCM തീർച്ചയായിട്ടും ഒരു ഫാമിലി ബിസിനസ്സാണ്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, മൂർത്തി സാറിനൊപ്പം തന്നെ നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന പേരാണ് അഖില മാഡം. അവരെ രണ്ടുപേരെയും നമുക്ക് എപ്പോഴും ഒരുമിച്ച് സങ്കല്പിക്കാനും ഒരുമിച്ച് കാണാനും ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പം ബാക്കി ഏതൊരു തൊഴിൽ മേഖല എടുത്താലും എപ്പോഴും അവിടെ സ്ത്രീ മാറ്റി നിർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. പുരുഷനാണ് മുമ്പോട്ട് വരുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും അല്ലെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നതും ഒക്കെ പുരുഷനായിരിക്കും. പക്ഷേ RCM എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ പുരുഷനൊപ്പം തന്നെ തുല്യ പ്രാധാന്യം സ്ത്രീക്കും കിട്ടുകയാണ്. കാരണം ഇതൊരു കുടുംബ ബിസിനസ്സാണ്. അപ്പം അതിൻ്റെതായൊരു വ്യത്യാസം തീർച്ചയായിട്ടും ഇതിൽ പ്രവർത്തിക്കുന്നവർക്കുണ്ടാകും, അവരുടെ കുടുംബത്തിലും ഉണ്ടാകും. ഇത് എല്ലാത്തിൻ്റെയും ചേർന്ന ഒരു വലിയ ഒരു സമ്മേളനമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അറ്റ്ലക്സിൽ കണ്ടത്. അപ്പൊ അവിടെ പങ്കെടുത്തവരിൽ ഭൂരിഭാഗം പേരും നല്ലൊരു ശതമാനം സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൽ പങ്കെടുക്കും ഷൈമ മാഡം പറഞ്ഞ വാക്കുകൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വനിതാ ശാക്തീകരണത്തിന് ഇതിലും വലിയൊരു ഉദാഹരണം ഉണ്ടോ എന്ന് പോലും സംശയമാണ്. നേരത്തെ എനിക്ക് തോന്നുന്നത് രാജഗിരിയിൽ വെച്ച് നടന്ന പ്രോഗ്രാമിലായിരുന്നു മാഡം പറഞ്ഞിരുന്നത്, മാഡം ഡ്രൈവ് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് കാർ ഇട്ടിട്ട് പിന്നെ ട്രെയിനിൽ കയറി പോയിട്ട് തിരിച്ചു വന്ന് കാർ എടുത്ത് പോകും. അപ്പം അതിന് മുമ്പുള്ള ഒരു മാഡത്തിന്റെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കി, എത്രത്തോളം ഒരു ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു എന്നുള്ളത്. സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നതും അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതും വനിതാ ശാക്തീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആവശ്യം വേണ്ട ഒരു കാര്യമാണ്. ഇപ്പം എനിക്കൊരാളെ കാണാൻ പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരാളെ ആശ്രയിക്കേണ്ടി വരുന്നത് അവിടെ തന്നെ നമ്മൾ അവിടെ അങ്ങ് ഡൗൺ ആവുകയാണ്. ഇനി അവരുടെ സമയം നോക്കണം, അവരെൻ്റെ കൂടെ വരണം എങ്കിൽ എനിക്ക് പോയി കാണാനായിട്ട്. നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരിക്കാം. ഇപ്പം RCMൽ നമുക്കൊരു താല്പര്യമുള്ള RCMൽ ജോയിൻ ചെയ്യാനായിട്ടുള്ളൊരു ആള് ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട്. അവരെ നമുക്ക് പോയി കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടെങ്കിൽ
നമുക്ക് തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ സൗകര്യം നോക്കാതെ നമ്മളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് അവരെ പോയി കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം അതിനെല്ലാം നമ്മളെ സഹായിക്കുന്നത് ആദ്യം നമുക്ക് കൃത്യമായൊരു വരുമാനം വേണം. നമ്മളുടെ അക്കൗണ്ടിൽ കാശുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു വണ്ടി വാങ്ങിക്കാനായിട്ടും, ആദ്യം സ്കൂട്ടർ ആയിരിക്കും വാങ്ങുന്നത്, അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു കാറ് വാങ്ങിക്കാനായിട്ട് പറ്റും. ഓർത്ത് നോക്കിയാൽ ഒരു ചേഞ്ച് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്നത്. അപ്പം അതൊക്കെ ഷൈമ മാഡം പറഞ്ഞൊരു സാധാരണ വീട്ടമ്മയായിട്ട് വന്ന് RCA വന്ന് സുജിത് സാറിന്റെ ഷോപ്പിലെ സ്റ്റാഫായിട്ട് ഇരുന്നുകൊണ്ട് തന്നെ മാഡം കയറിയ പടവുകൾ എന്ന് പറയുന്നത് ഇവിടെ പ്രവർത്തിക്കുന്ന ഓരോ സ്ത്രീകൾക്കും നൽകുന്ന ഊർജം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പൊ നമുക്ക് ഏവർക്കും മാതൃകയാക്കാവുന്ന ഒരു പ്രവർത്തന രീതി RCMൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഷൈമ മാഡത്തിന് എന്താ നമ്മള് വളരെയധികം നന്ദി പറയേണ്ടിയിരിക്കുന്നു. ഒരുപാട് പേർക്ക് പ്രചോദനമാണ് മാഡം. അതേപോലെ തന്നെ അഖില മാഡം, ബിനി മാഡം, പിന്നെ സിസ്ലി മാഡം ഉണ്ട്, ജെമിനി മാഡം ഉണ്ട്, ശ്രീലയ ടീച്ചറുണ്ട്. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ RCMൽ നമുക്ക് കണ്ടുപഠിക്കാനായിട്ടും കേട്ടുപഠിക്കാനായിട്ടും നമുക്ക് സാധിക്കും. ആ അറ്റ്ലക്സിലെ പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ നമ്മളെ അട്രാക്ട് ചെയ്ത അവരുടെ ആ 2 കലാപരിപാടികളായിരുന്നു. അപ്പം അതിന് നേതൃത്വം കൊടുത്തത് രമ്യ മാഡമാണ്. ഇപ്പം രമ്യ മാഡത്തിന്റെ ജീവിതത്തിലുണ്ട് മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും ലൈഫില് ഒരു നല്ല മാറ്റം കൊണ്ടുവരാനായിട്ട് ഇതിലും വലിയൊരു പ്രസ്ഥാനം ഇല്ല എന്ന് തന്നെ പറയാം. അപ്പം ആ ഒരു അവസരത്തെ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. അത് നമ്മൾ മാക്സിമം ഉപയോഗിക്കണം. ഒരു കാരണവശാലും നമ്മൾ ഭയന്ന് അല്ലെങ്കിൽ പേടിച്ച് മാറി നിൽക്കേണ്ടവരല്ല. സ്ത്രീ എന്ന് പറയുന്നത് വലിയൊരു ശക്തിയാണ്. അപ്പം നമ്മളിലുള്ളിൽ തന്നെയാണ് ആ ഒരു കരുത്തുള്ളത്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് വേണം നമ്മൾ പ്രവർത്തിക്കാനായിട്ട്. അതിൽ നമുക്ക് ഭയം വേണ്ട. നമ്മുടെ കുടുംബത്തിന്റെ സപ്പോർട്ട് നമുക്ക് വേണം. നമ്മുടെ ലീഡേഴ്സിന്റെ സപ്പോർട്ട് നമുക്ക് വേണം. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അവർ പറയുന്നതനുസരിച്ചിട്ട് നമ്മൾ മുമ്പോട്ട് പോകണം. തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന പല അവസരങ്ങൾ ഉണ്ടാകും. അതൊന്നും നമ്മൾ പാഴാക്കി കളയരുത്. നമ്മളുടെ അറിവ് നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. അത് പ്രോഡക്റ്റിനെ പറ്റിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ RCM എന്ന് പറയുന്ന സിസ്റ്റത്തെ പറ്റിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ RCM മുന്നോട്ട് വെക്കുന്ന ഒരു മാർക്കറ്റ് പ്ലാനിനെ കുറിച്ചിട്ടായിരിക്കാം. എനിക്ക് എങ്ങനെ ഈ പ്രസ്ഥാനത്തിൽ വിജയിക്കാൻ പറ്റും, സത്യസന്ധമായിട്ട് എനിക്ക് എങ്ങനെ ഈ ഒരു ബിസിനസ്സിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മളാണ് നമ്മളുടെ ബിസിനസ്, നമ്മളാണ് നമ്മളുടെ മുതലാളി പറയുന്നത്, വേറെ ആരുമല്ല. ഇവിടെ ആരും ഇപ്രാവശ്യം ഇത്രയും PV കിട്ടിയുള്ളൂ, അതെന്ത് പറ്റി, അടുത്ത പ്രാവശ്യം ഇന്ന ടാർഗറ്റ് ചെയ്യണം കേട്ടോ എന്ന് നമ്മളെ ശാസിക്കാൻ ആരുമില്ല, ശാസിക്കേണ്ട കാര്യവുമില്ല. കാരണം നമ്മളുടെ വിജയം നിശ്ചയിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ എവിടെ എത്തണം എന്നുള്ളതിൻ്റെ ആ ഒരു ടാർഗറ്റ് നമ്മൾ തന്നെ നൽകണം. കാരണം സ്ത്രീയുടെ വിജയത്തിന് അതിരിടാനായിട്ട് ആർക്കും കഴിയില്ല. നമ്മളാണ് നിശ്ചയിക്കുന്നത്. നമ്മൾ പരാജയപ്പെടണോ, നമ്മുടെ ജീവിതത്തിൽ വിജയിക്കണോ, നമ്മളുടെ കുടുംബത്തിന് സപ്പോർട്ട് കൊടുക്കണോ, നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ പെൺമക്കൾക്ക് നല്ലൊരു മാതൃകയായിട്ട് നമുക്ക് മുമ്പോട്ട് വരണമെന്ന്. അതിന് പ്രായമൊന്നും ഒരു പ്രശ്നമേ അല്ല. ഏത് പ്രായത്തിലുള്ളവർക്കും വളരാനുള്ളൊരു അവസരം RCMലുണ്ട്. അതിനും ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം വിദ്യാഭ്യാസം അതും ഒരു പ്രശ്നമല്ല. കാരണം വിദ്യ എന്ന് പറയുന്നത് ഏത് നിമിഷം വേണമെങ്കിലും അഭ്യസിക്കാവുന്ന ഒന്നാണ്. അതൊരു പക്ഷേ ഒരു യൂട്യൂബ് ചാനലിലൂടെ ആവാം, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷണൽ വീഡിയോയിലൂടെ ആകാം. ഇപ്പം RCMുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അവയർനെസ് വീഡിയോകൾ ഉണ്ട്. നമ്മുടെ യൂട്യൂബിൽ നോക്കിയാൽ കാണാം. പലതരത്തിലുള്ള യൂട്യൂബ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ലീഡേഴ്സിനോട് പറയുകയാണെങ്കിൽ അത് ഏതൊക്കെയാണെന്ന് അറിഞ്ഞ്, മിക്കവാറും നല്ല വീഡിയോസ് കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നമുക്ക് ഷെയർ ചെയ്യും. അത് നമുക്ക് കാണാം. അതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. പഠനം തുടർന്നുകൊണ്ടേ ഇരിക്കുക. തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാനായിട്ട് പറ്റും. ഭയമില്ലാതെ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റും. നല്ല ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട്, വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ള ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പം ഇതിലൂടെയൊക്കെയാണ് കരുത്താർജിക്കുന്നത്. അല്ലാതെ എനിക്ക് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ ഒരു ഡയറക്ടർ പദവി കിട്ടിയത് കൊണ്ടോ, അല്ലെങ്കിൽ ഒരു ചെയർപേഴ്സൺ പദവി കിട്ടിയത് കൊണ്ടോ ഒരിക്കലും എനിക്കോ അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിനോ പ്രയോജനം ഉണ്ടാവണമെന്നില്ല. എൻ്റെ കാഴ്ചപ്പാട് ഒരു സ്ത്രീപക്ഷ കാഴ്ചപ്പാടല്ല എന്നുണ്ടെങ്കിൽ, അപ്പം ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ, ഇത്തരം അറിവുകളിലൂടെ നമ്മുടെ കാഴ്ചപ്പാടിനെ നമുക്ക്
മാറ്റിയെടുക്കാനായിട്ട് സാധിക്കണം. എല്ലാ പുരുഷന്മാർക്കും സാധിക്കണം. ഒരു സ്ത്രീ മാത്രം വിചാരിച്ചാൽ മാറുന്ന ഒരു കാര്യമല്ല. നമ്മുടെ കുടുംബത്തിലെ സ്ത്രീകൾക്ക്, നമ്മുടെ പെൺമക്കൾക്ക് ശക്തി പകരാനായിട്ട് നമ്മുടെ കുടുംബത്തിലെ ഓരോ പുരുഷന്മാരും തീർച്ചയായിട്ടും ശ്രമിക്കണം. അത് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനങ്ങൾ, ഒരുപാട് വിജയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പം മുത്തുസാറ് പറഞ്ഞ ആ ഒരു വാക്ക്, ഇപ്പം നമ്മൾ ജീവിതത്തിൽ കേൾക്കുന്ന ചില ഫ്രേസുകൾ നമ്മുടെ ലൈഫിൽ നിന്ന് മാറത്തില്ല. അത് ഒത്തിരി നമ്മളുടെ എന്താ പറയുക, നമ്മൾ എത്ര സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് കരുത്ത് പകരാനായിട്ട് ഒരു പക്ഷേ ആ വാക്കുകൾക്ക് കഴിയും. അപ്പം അതുപോലൊരു സ്റ്റേറ്റ്മെന്റ് ആണ് കഴിഞ്ഞ ദിവസം മുത്തുസാർ ഒരു ട്രെയിനിങ് സെഷനിൽ പറഞ്ഞത്. പ്രോഡക്റ്റ് ഈസ് നോട്ട് ദ പ്രോഡക്റ്റ്, ദ ആക്ച്വൽ പ്രോഡക്റ്റ് ഈസ് ദ ഓപ്പർച്യൂണിറ്റി. അവസരങ്ങളാണ് യഥാർത്ഥ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക, നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക, ആരോഗ്യകരമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുക. ഒന്നിനെ നമ്മൾ ദുരുപയോഗം ചെയ്യേണ്ട കാര്യമില്ല. ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു സിസ്റ്റം RCM ഉണ്ട്. ഒരു കുറുക്കുവഴിയും നമ്മൾ നേരേണ്ട കാര്യമില്ല. നേരായ വഴിയിൽ സഞ്ചരിച്ചാൽ, ലീഡേഴ്സ് പറയുന്ന വഴിയിൽ സഞ്ചരിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ വിജയം എന്ന് പറയുന്നത് വളരെ അടുത്താണ്. അതിനും അതിരുകളില്ല. ഒരിക്കൽ കൂടി എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എല്ലാവരോടും സംസാരിക്കാനായിട്ട് അവസരം തന്ന അഖില മാഡത്തിനും ജെമിനി മാഡത്തിനും ഒരുപാട് നന്ദി. വളരെ സന്തോഷമാണ് നമ്മളുടെ അനുഭവങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇപ്പം അടുത്ത ഒരു പ്രോഗ്രാമിൽ, ഒരു ബിഗ് ഇവന്റിൽ കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കട്ടെ. ഇപ്പം പുരുഷന്മാരായിട്ട് മാത്രമായിട്ട് വന്നവർ തീർച്ചയായിട്ടും അവരുടെ കുടുംബത്തിൽ നിന്നുള്ള സ്ത്രീകളെ കൂടെ അതിൽ പങ്കെടുപ്പിക്കണം. അവരും അറിയട്ടെ RCMലെ സ്ത്രീകളുടെ ആ ഒരു കരുത്തും ശക്തിയും. എങ്കിലേ അവരും മുമ്പോട്ട് വരത്തുള്ളൂ. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരാനായിട്ട് തീർച്ചയായിട്ടും അത് കൂടുതൽ സഹായിക്കും. എനിക്ക് സ്വാഗതം ആശംസിച്ച എൻ്റെ പ്രിയപ്പെട്ട ശ്രീല ടീച്ചർക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.